ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ ലൈറ്റ് ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധിയെ വിളിച്ച് അച്ഛമ്മ അടുത്തിരുത്തുവാണ്. നീ എന്താ ഇങ്ങനെ ആയിപ്പോയത്? നീ എന്ത് ചെയ്യണമെങ്കിലും നിന്റെ അമ്മ പറയണം, ആ സ്വഭാവം മാറ്റണമെന്നൊക്കെ പറഞ്ഞു. നീ നിന്റെ അമ്മ പറയുന്നത് മാത്രമേ കേൾക്കൂ. അപ്പോഴത്തേക്കും ചന്ദ്ര പേടിച്ചറിഞ്ഞ് മാറി നിൽക്കുകയാണ്. ഇവള് നടക്കാൻ പറഞ്ഞാൽ നീ നടക്കും, ഇരിക്കാൻ പറഞ്ഞാൽ നീ ഇരിക്കും, ഓടാൻ പറഞ്ഞാൽ നീ ഓടും. ഇങ്ങനെയല്ലേ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അച്ഛമ്മ ചോദിക്കാം. ബിസിനസ്സൊക്കെ ഒന്ന് പച്ച പിടിക്കട്ടെ, എന്നിട്ട് മതി കുഞ്ഞെന്ന് ഇവള് നിന്നോട് പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എന്നും പറഞ്ഞോണ്ട് നോക്കുക. അതുകൊണ്ടാണോ തൽക്കാലം കുഞ്ഞ് വേണ്ടെന്ന് വെച്ചതെന്നൊക്കെ ഇങ്ങനെ അച്ഛമ്മ ചോദിച്ചപ്പോൾ അയ്യോ അമ്മ ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ചന്ദ്ര. പിന്നെ എന്തുകൊണ്ടാണ് ഇതൊക്കെ വൈകിപ്പിക്കുന്നതെന്ന് സുധിയോട് ചോദിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പേടിച്ച് നിൽക്കുക. പ്രസവിച്ച പ്രായം തോന്നും, സൗന്ദര്യം പോകുമെന്നൊക്കെ ചില പെൺകുട്ടികൾ ഭയക്കും. അതുകൊണ്ട് അവർ കുഞ്ഞുണ്ടാകുന്നത് ശരിക്കും വൈകിപ്പിക്കും. ശ്രുതി അങ്ങനെ വല്ലതും പറഞ്ഞിട്ടാണോ ഇതൊക്കെ വൈകുന്നതെന്നൊക്കെ ചോദിക്കുമ്പം അച്ഛമ്മയോട് എല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന് സുധി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക. അപ്പം ചന്ദ്രയ്ക്ക് മനസ്സിലായി ഇപ്പം മിക്കവാറും എന്തെങ്കിലുമൊക്കെ വിളിച്ച് പോകുമെന്ന്. ചന്ദ്രൻ എന്നിട്ട് പേടിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പം എന്താടാ നീ ഒന്നും മിണ്ടാത്തെ? നീ അവളെ ഫോൺ ചെയ്ത് എനിക്ക് തന്നെ, ഞാൻ അവളോട് സംസാരിക്കാവുന്ന അച്ഛമ്മ. സമയത്ത് സുധി അവിടുന്ന് എഴുന്നേറ്റ് പോകാൻ നോക്കുക കേട്ടോ. ആ സമയത്ത് എടാ നീ ഇത് എങ്ങോട്ടായി പോകുന്നേ? പറയുന്നത് ആദ്യം കേൾക്ക്, അവളെ വിളിക്കാൻ പറഞ്ഞു അച്ഛമ്മ. അപ്പം സുധി ഫോൺ എടുക്കുമ്പം അമ്മ ഇവൻ വിളിച്ചാലേ അവൾ ഫോൺ എടുക്കില്ല, ഞാൻ വിളിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര ഫോൺ എടുത്ത് വിളിക്കാൻ നോക്കുക. അതെന്താ ഇവൻ വിളിച്ച അവൾ ഫോൺ എടുക്കാത്ത? അപ്പോൾ അവൾ തിരക്കല്ലേ, അതാ ഞാൻ പറഞ്ഞത്. അവൾ പറഞ്ഞായിരുന്നു ആര് വിളിച്ച് ശല്യം ചെയ്യരുതെന്ന്. അപ്പോഴേ അത് പിന്നെ ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോവല്ലേ, എൻ്റെ കൂടെ വാ, 2 ദിവസം കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് അവൾ ഇവനോട് പറഞ്ഞതാ. അപ്പോൾ കടയിൽ ഞാൻ വേണം, സ്റ്റാഫിനെ ഏൽപ്പിച്ച് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇവനാ പോകാതിരുന്നതെന്ന് ചന്ദ്ര. ഇവനോട് ഒന്നും മിണ്ടാതെ അവൾ പോയതെന്നൊക്കെ പറഞ്ഞു. പിണക്കൊക്കെ ഞാൻ മാറ്റിക്കോളാം, നീ ഫോൺ വിളിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ചന്ദ്ര വീണ്ടും പെട്ടു. അമ്മേ അവൻ വിളിച്ചാൽ അവൾ ഫോൺ എടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ അമ്മേ? നേരത്തെ വിളിച്ചപ്പോഴും അവൾ ഫോൺ എടുത്തില്ല, ഞാൻ വിളിച്ച് അമ്മയ്ക്ക് ഫോൺ തരാമെന്ന് പറഞ്ഞു. ശരി നീ വിളിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഫോൺ എടുത്ത് ചന്ദ്ര വിളിക്കുന്നു. അപ്പോൾ അയ്യോ അവൾ ഫോൺ എടുക്കുന്നില്ലല്ലോ അമ്മേ, ഇപ്പം കല്യാണത്തിനൊക്കെ രാവും പകലും ആഘോഷമല്ലേ, ആ തിരക്കിലായിരിക്കും. എന്തായാലും എന്നെ തിരിച്ചു വിളിക്കും, അപ്പം ഞാൻ അമ്മയ്ക്ക് ഫോൺ തരാമെന്ന് ചന്ദ്ര. അച്ഛമ്മ അന്നേരം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക കേട്ടോ. സുധിയെ ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ സുധി ഇങ്ങനെ നമ്മുടെ തലയാട്ടിക്കൊണ്ട് നിൽക്കുക, അമ്മയുടെ അടവ് കൊള്ളാം എന്നുള്ളൊരു രീതിയിൽ. എന്നിട്ട് അച്ഛമ്മ ഇങ്ങനെ ചന്ദ്രയെയും സുധിയെയും മാറി മാറി ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ എന്താ രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നേ എന്ന് അച്ഛമ്മ ചോദിച്ചു. അപ്പോഴത്തേക്കും ഒന്നുമില്ല എന്ന് പറഞ്ഞ് നിൽക്കുക. അമ്മയും മോനെ എന്തെങ്കിലും കള്ളത്തരം ഒളിപ്പിക്കുന്നുണ്ടോ എന്നും കൂടി അച്ഛമ്മ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. രണ്ടുപേരുടെയും ഭാവം കണ്ടിട്ടേ എനിക്ക് അങ്ങനെയാ തോന്നുന്നതെന്നും അച്ഛമ്മ പറയുമ്പം ഒന്നുമില്ലമ്മേ, കുറേ കാലമായിട്ടേ ഞാൻ നിങ്ങളെ കാണുന്നതല്ലേ, ഞാനൊന്നേ ശ്രുതിയെ വിളിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞ് അച്ഛമ്മ അങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ ഫോൺ എടുത്ത് വിളിക്കാൻ നോക്കുമ്പോഴത്തേക്ക് അമ്മ വിളിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര. അതെന്താ ഞാൻ വിളിച്ചാൽ നിനക്കെന്താ കുഴപ്പം എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടും അച്ഛമ്മ ചന്ദ്രയോട്. എന്നിട്ട് ഫോൺ എടുത്ത് ശ്രുതിയെ വിളിക്കാനായിട്ട് നോക്കുക കേട്ടോ. ആ സമയത്ത് ശ്രുതിയുടെ ഫോണിലേക്ക് കോള് വരുന്നു. അച്ഛമ്മ. അയ്യോ അച്ഛമ്മയാണല്ലോ വിളിക്കുന്നേ, ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി ഇരിക്കുന്നു. അപ്പം നീ എടുത്ത് സംസാരിക്കാൻ പറഞ്ഞു. വേണ്ട അതെ അവരെല്ലാം അറിഞ്ഞിട്ട് വിളിക്കുന്നതായിരിക്കുമെന്നും മൊത്തം കുളമാകും, ഇനി അച്ഛമ്മയുടെ വായിലിരിക്കുന്നതും കൂടി ഞാൻ കേൾക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയും. ആൻറ്റി എന്നെ തല്ലിയെന്നേ ഉള്ളൂ, ഇവരെങ്ങാനും ആയിരുന്നെങ്കിൽ എന്നെ കൊന്നേനെ എന്ന് ശ്രുതി അന്നേരം പറയാം. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ പേടിച്ച് വരച്ചിങ്ങനെ അവിടെ നിൽക്കും. അതുപോലെ തന്നെ സുധിയും. സംഭവം ഇവരുടെ നല്ല മനസ്സൊക്കെ തന്നെയാണ്, പക്ഷേ തെറ്റ് കണ്ട ഇവരത് പൊറുക്കത്തില്ല, അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ ഇരിക്കുന്നു. അപ്പോഴത്തേക്കും അവിടെ ബെല്ലടിച്ച് കട്ടായി. ആ സമയത്ത് അവൾ ഫോൺ എടുക്കുന്നില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ അമ്മേ, അവൾ തിരക്കില്ല അമ്മേ, അവൾ എടുക്കില്ല എന്ന് ചന്ദ്ര. ആ സമയത്ത് നമ്മുടെ അച്ഛമ്മ വന്ന് സുധിയുടെ അടുത്തിരുന്നിട്ട് എടാ സുധി ദേ നോക്ക്, ഓരോ കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നിൽക്കരുത്, വൈകിപ്പിക്കരുത് കേട്ടോ, പെട്ടെന്ന് തന്നെ നോക്കണം കേട്ടോ എന്ന് അച്ഛമ്മ പറയുക. ഒരു കുഞ്ഞ് പിറന്നാലേ നിങ്ങളുടെ ജീവിതം തന്നെ മാറുമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും സുധി അവിടെ ഇരുന്ന് കരയുക. സുധി കരഞ്ഞപ്പോഴത്തേക്കും എന്താടാ നീ എന്തിനിങ്ങനെ കരയുന്നത് എന്ന് അച്ഛമ്മ എന്തായാലും ചോദിച്ചു. ഇവൻ കുളമാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ നിൽക്കുക. കരഞ്ഞുകൊണ്ട് സുധി ചന്ദ്രയെ നോക്കുക കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുരുട്ടി കാണിക്കുക മോനെ. അമ്മ കണ്ണ് തുടച്ച് മോനെ ഇങ്ങനെ ഇരിക്കണം. അത് പിന്നെ ഒന്നുമില്ല അച്ഛമ്മ, ഞാൻ ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് സുധി അങ്ങ് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര നോക്കൂ. എങ്ങനെ ചന്ദ്ര ബാംഗ്ലൂരിൽ കൂടെ പോകാത്ത തന്നെയാണോ പ്രശ്നമെന്ന് അച്ഛമ്മ ചോദിച്ചു. സുധിയെ കാണുമ്പോൾ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളത് പോലെയാണല്ലോ. ഒന്നുമില്ലമ്മേ, അതൊക്കെ അമ്മയ്ക്ക് തോന്നുന്നതാ എന്നും പറഞ്ഞ് ചന്ദ്ര നിൽക്കുന്നു. പലതും നിങ്ങൾ അമ്മയും മോനും മറ്റുള്ളവരിൽ നിന്നും മൂടി വയ്ക്കാറുണ്ട്, എന്നെങ്കിലും ഞാനത് കണ്ടുപിടിക്കും. എന്നോട് കള്ളം പറയുകയാണെങ്കിൽ പിന്നെ നീ അതിനെ അനുഭവിക്കേണ്ടി വരും എന്നും പറഞ്ഞ് അവിടെ നിന്ന് അച്ഛമ്മ അങ്ങ് പോയി. ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുക.
പിന്നെ കാണിക്കുന്ന വർഷയുടെ അരികിലേക്ക് ശ്രീകാന്ത് വരിക. വർഷ നീ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഓ എന്തിനാ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വർഷയ്ക്ക് ഭയങ്കര ദേഷ്യം. വർഷേ എന്ന് പറഞ്ഞു. നേരത്തേക്ക് രേവതി വന്നു, ഈ പാല് കുടിക്കാൻ പറഞ്ഞു. എനിക്ക് പാലൊന്നും വേണ്ടാന്ന് പറഞ്ഞു വർഷ ഭയങ്കര ദേഷ്യം. അപ്പം ഞാൻ അച്ഛമ്മയുടെ അടുത്ത് പറയുവേ കുടിക്കുക എന്ന് പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും കലി കയറി അത് മുഴുവൻ വർഷ കുടിച്ചു. അങ്ങനെ പാല് കുടിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് സച്ചിയും അച്ഛമ്മയും അതുപോലെ അച്ഛനും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അച്ഛമ്മയെ യാത്രയാക്കാൻ. അപ്പം മോളെ രേവതി, അതെ അച്ഛമ്മേ ഞാൻ ഇറങ്ങാം കേട്ടോ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരാ അച്ഛമ്മേ. ഇല്ല വയലിൽ പണി നടക്കുക, പോണം. മോളെ വർഷേ നോക്ക് ഞാൻ പോട്ടെ. അപ്പം വർഷയ്ക്ക് സന്തോഷമായി. അച്ഛമ്മ പോയി കഴിയുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ പാര പണിയാൻ നോക്കാമല്ലോ. അങ്ങനെ പിന്നെ മോൾ ഒരുപാട് ശ്രദ്ധിക്കണം കേട്ടോ, അച്ഛമ്മ പറഞ്ഞതൊന്നും എൻ്റെ മോള് മറിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് സുധി അങ്ങോട്ടേക്ക് വരുന്നു, ചന്ദ്രയും വരുന്നു. ചന്ദ്രയ്ക്ക് ഇപ്പോഴും ശ്വാസം നേരെ വീണു, അമ്മ പോവുകയാണല്ലോ. അപ്പോഴേക്കും അവർ രണ്ടുപേരും ഇങ്ങനെ വന്ന് നിൽക്കുന്നു. അപ്പം ഞാൻ ഇറങ്ങുമ്പോൾ അവളുടെ മുഖത്തെ ആ ഒരു സന്തോഷം കണ്ടില്ലേ എന്ന് അച്ഛമ്മ ചന്ദ്രയോട് പറയും. അപ്പോൾ ചന്ദ്ര മുഖം വേഗം അല്ലാത്ത രീതിയിൽ പിടിച്ചു. നീ അധികം സന്തോഷിക്കൊന്നും വേണ്ട, ഞാൻ തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അച്ഛമ്മ നേരം ചന്ദ്രയോട് പറയുകയും ചെയ്തു. അങ്ങനെ ഇതിൽ കേട്ട് ചന്ദ്ര നാശം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. അച്ഛമ്മ ഇതൊക്കെ പറയുന്നത് ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. എടാ ശ്രുതി എപ്പോൾ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചപ്പം അച്ഛമ്മ അത് പിന്നെ അപ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ ഞെട്ടലോട് കൂടി ഇങ്ങനെ നിൽക്കുക, ആർക്കും ഉത്തരം കിട്ടുന്നില്ല. അപ്പം നാളെ വരുമെന്നാണ് പറഞ്ഞത്. നാളെ വരും എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര നാളെ വരും എന്ന് സുധി. അപ്പോൾ രവി അവൾ വന്നാലേ എന്നെ ഒന്ന് വിളിക്കണം കേട്ടോ എന്ന് അച്ഛമ്മ രവിയേട്ടനോട് പറഞ്ഞു. രവിയേട്ടൻ ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നേരെ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ അതും പറഞ്ഞ് അച്ഛമ്മ പോകാൻ ഇറങ്ങാൻ തുടങ്ങുക. ഞാൻ ഇറങ്ങട്ടെ മോനെ എന്നും പറഞ്ഞു. അച്ഛൻ ഞാൻ കൊണ്ടാക്കിയിട്ട് വരെന്ന് പറഞ്ഞ് സച്ചി അച്ഛമ്മയും കൊണ്ട് പോയി. പിന്നെ അവരെല്ലാവരും അകത്തേക്ക് കയറിപ്പോയി. ചന്ദ്രമതി ഇങ്ങനെ അവരെ നോക്കി നിൽക്കും. അപ്പോൾ രവിയേട്ടൻ ചന്ദ്രയുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ ചന്ദ്രയ്ക്കാണെങ്കിൽ ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുകയല്ലേ. അമ്മയ്ക്ക് മുന്നിൽ നീ നന്നായിട്ട് അഭിനയിച്ചു, ഞങ്ങളെ കൊണ്ട് എല്ലാവരെ കൊണ്ട് നന്നായിട്ട് അഭിനയിപ്പിക്കുകയും നീ ചെയ്തു. പക്ഷേ അമ്മയെ പറ്റിച്ചു എന്നൊന്നും നീ കരുതണ്ട ചന്ദ്രേ. എന്തോ ഒരു സംശയം അമ്മയുടെ ഉള്ളിലുണ്ട് എന്ന കാര്യം രവിയേട്ടൻ ഇങ്ങനെ ചന്ദ്രയോട് അന്നേരം പറയുകയും ചെയ്തു കേട്ടോ. നാളെ അമ്മയ്ക്ക് മുന്നിൽ നീ നാടകം കളിച്ചതാണ് എന്നുള്ളത് അമ്മ ഉറപ്പായിട്ടും അറിയും. ആ സമയം അമ്മ എങ്ങനെ പ്രതികരിക്കുമെന്ന് നിനക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ എന്നും രവിയേട്ടൻ ചോദിക്കുക. എനിക്ക് അത്ര മാത്രമേ നിന്നോട് പറയാനുള്ളൂ എന്നും പറഞ്ഞു രവിയേട്ടനകത്തേക്ക് കയറിപ്പോയി. ചന്ദ്രമതി ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സുധി മുറിയിൽ ചെന്നിട്ട് ഈ അമ്മ എന്താ ഇങ്ങനെ, തീരെ മനസാക്ഷിയില്ല അമ്മയ്ക്കെന്നൊക്കെ സുധി ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കാം. എൻ്റെ കുഞ്ഞാണ് ശ്രുതിയുടെ വയറ്റിൽ വളരുന്നതെന്നും അവളെ കൂട്ടിക്കൊണ്ട് വന്നേ പറ്റുമെന്നും സുധി ഇങ്ങനെ പറയാം. അങ്ങനെ സുധി അതിനെപ്പറ്റി ആലോചിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു കേട്ടോ. എൻ്റെ നല്ല കാലം വരാൻ പോവുകയാണെന്നും എങ്ങനെയെങ്കിലും അത് അമ്മയെ പറഞ്ഞു മനസ്സിലാക്കണമെന്നൊക്കെ സുധി ചിന്തിക്കുന്നു. കുഞ്ഞ് വരുന്നിട്ടുണ്ടെങ്കിൽ അച്ഛമ്മ ഏതാണ്ടൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ആ ഒരു സംഭവം ഇങ്ങനെ ആലോചിച്ച് സുധി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഈ സമയത്ത് ഭാമയെ ചന്ദ്രവതി ഫോൺ വിളിക്കാം. എൻ്റെ ഭാമയെ ഇപ്പോഴൊന്ന് സമാധാനമായത്, കുറച്ച് മുൻപേ അമ്മ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അതെ, എത്ര നാളെന്ന് വെച്ചിട്ട് ഒരു മനുഷ്യൻ കടിച്ചു പിടിച്ച് നിൽക്കുന്നേ. എന്തു പറയാനാന്ന് പറഞ്ഞ് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രയുടെ അടുത്തേക്ക് സുധി അങ്ങ് വന്നു. ഭാമ ഞാൻ പിന്നെ വിളിക്കാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. എന്താടാ, എന്തിനാ വന്നേ? അല്ല, അച്ചമ്മയ്ക്ക് ചെറിയൊരു സംശയമുണ്ട്. അതുകൊണ്ട് അച്ചമ്മ കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ശ്രുതി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നതല്ലേ നല്ലത് എന്ന് സുധി ഇങ്ങനെ ചോദിച്ചു. അത് കേട്ടപ്പോൾ ചന്ദ്രയ്ക്ക് അങ്ങ് പിടിച്ചില്ല. ചന്ദ്രയ്ക്ക് ഭയങ്കര ദേഷ്യം. അമ്മ അല്ലെങ്കിൽ കുറ്റം മുഴുവനും അമ്മയുടെ തലയിലായിരിക്കുമെന്നും എന്തിനാ വെറുതെ അമ്മ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കാം. ഞാൻ ഒരിക്കലും ശ്രുതിയെ ന്യായീകരിക്കുന്നതല്ല, അവൾ ചെയ്തത് തെറ്റായ കാര്യം തന്നെയാണ്. അതിനുള്ള ശിക്ഷ അത് അവൾക്ക് കൊടുത്തും കഴിഞ്ഞു എന്ന് കരുതി എത്ര നാളെന്ന് വെച്ച അമ്മ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ശ്രുതി ഇങ്ങനെ ചോദിക്കാം. പിന്നെ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും അമ്മ ഇപ്പം തന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയില്ലേ അമ്മയെന്നൊക്കെ ചോദിച്ചു. ഒന്നും കേട്ടിട്ട് ചന്ദ്രയ്ക്കൊരു കൂസലും ഇല്ല. ശ്രുതി പോയതിന് ശേഷം എൻ്റെ ബിസിനസ് ആകെ താളം തെറ്റി, എല്ലാം കൊണ്ടും എനിക്ക് കഷ്ടകാലമാണ് അമ്മേ ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ നിൽക്കുക. ഡീലേഴ്സിനൊന്നും പറഞ്ഞ സമയത്ത് കാശ് കൊടുക്കാൻ പോലും എന്നെ കൊണ്ട് പറ്റുന്നില്ല. എത്ര നാളെന്ന് വെച്ച് ഞാൻ ഇങ്ങനെ പോകാനാണെന്നൊക്കെ ചോദിച്ച് ശ്രുതി ഇങ്ങനെ ശ്രുതിയോട് ചോദിക്കും. എന്തൊക്കെ പറഞ്ഞാലും ശ്രുതി കൂടെ ഉണ്ടായിരുന്നപ്പം എന്തിനും ഒരു ധൈര്യം തന്നെയായിരുന്നു എനിക്കുണ്ടായിരുന്നതെന്നും പറഞ്ഞ്, പിന്നെ നല്ല ബിസിനസ്സും ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് ശ്രുതി തൻ്റെ അവസ്ഥകളൊക്കെ അമ്മയോട് പറയും. ഇതൊക്കെ കേട്ടപ്പോൾ ചന്ദ്രയ്ക്ക് ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. സത്യത്തിൽ ശ്രുതിയാണ് ആദ്യം പ്രഗ്നൻ്റ് ആയത്. അപ്പോൾ അച്ഛമ്മയുടെ സ്വത്ത് വകകളൊക്കെ ഞങ്ങൾക്കല്ലേ കിട്ടേണ്ടതെന്നും അമ്മ ആ സ്വത്ത് വിറ്റാൽ തന്നെ വലിയൊരു തുക കിട്ടുമെന്നും ശ്രുതി പറയാം. അതോടെ ഞാൻ രക്ഷപ്പെടും അമ്മയെന്നൊക്കെ പറയണു. ഞാൻ രക്ഷപ്പെട്ട് കാണാൻ എൻ്റെ അമ്മയെപ്പോലെ ആഗ്രഹിച്ച വേറൊരാളുണ്ടായിരുന്നില്ലല്ലോ.
പിന്നെന്താ അമ്മ ഇപ്പം ഇങ്ങനെ ശ്രുതിയെ കൂട്ടിക്കൊണ്ട് വന്നില്ലെങ്കിൽ ശ്രുതി പ്രസവിച്ചാലും ആ സ്വത്തുവകകളൊന്നും എനിക്ക് കിട്ടാണ്ടാവും അമ്മ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ്. ചന്ദ്രൻ അന്നേരം മോനെ ഇങ്ങനെ തുറച്ചു നോക്കുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അമ്മേ, അതുമാത്രമല്ല ഈ സമയത്ത് ശ്രുതി സന്തോഷവതി ആയിരിക്കണ്ടേ അമ്മേ? അമ്മ ഈ സമയത്ത് ശ്രുതിയുടെ കൂടെ തന്നെ ഞാൻ വേണം. ഞാൻ ഇവിടെയും അവൾ അവിടെയും ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെ അമ്മ ശരിയാകുന്ന ഈ സമയത്ത്? ചന്ദ്ര ഇതൊക്കെ കേട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. പ്ലീസ് അമ്മ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കമ്മ. എനിക്ക് വേണ്ടി അമ്മ അവളോട് ഒരു തവണത്തേക്ക് ക്ഷമിക്കമ്മേ എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോഴും ചന്ദ്രയ്ക്ക് ഒരു കൂസലും ഇല്ല, ഒരു അനക്കം പോലും ഇല്ല. അമ്മേ, ഞാൻ പറയുന്നൊന്ന് കേൾക്കാം. എന്നാൽ പിന്നെ ഞാൻ ചെന്നോട്ടെ അവളെ കൂട്ടിക്കൊണ്ട് വരാൻ. ശരി, നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ എന്ന് ചന്ദ്രൻ അന്നേരം പറഞ്ഞു. ആണോ അമ്മേ? സത്യമാണോ? താങ്ക്സ് അമ്മേ, താങ്ക്സ്. അതേതായാലും നന്നായി അമ്മേ. നീ ഏതായാലും തനിച്ച് പോകണ്ട, ഞാനും കൂടി വരാമെന്ന് ചന്ദ്ര പറഞ്ഞപ്പം അത് അതിലും നന്നായി, എന്നാൽ പിന്നെ നമുക്ക് പോകാം അമ്മേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര ഒരൊറ്റ അടിയായിരുന്നു സുധിയുടെ ചെവിക്കല്ല് തീർത്തോരെണ്ണ. സുധി ഞെട്ടിപ്പോയി. അമ്മ എന്തിനാ എന്നെ തല്ലിയത്? അല്ല, തല്ലിൻ്റെ കുറവുണ്ട് നിനക്ക്, അതുകൊണ്ട് നിനക്കെന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ എന്ന് ചന്ദ്ര ശ്രുതിയോട് ചോദിക്കാം. ഈ ജന്മം അവളെ ഇവിടെ കയറ്റില്ലാന്ന് ഞാൻ പറഞ്ഞല്ലേ എന്ന് ചോദിച്ചു. അമ്മ, ശ്രുതി ഇപ്പൊ പ്രഗ്നന്റ് അല്ലേ അമ്മേ? അതെന്താ അമ്മ മനസ്സിലാക്കാത്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രുതി ചോദിക്കുമ്പോൾ, എടാ ഞാൻ പറഞ്ഞില്ലേ അവള് കള്ളം പറയുന്നതാണെന്ന്. അവള് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള മണ്ടന്മാരുടെ മനസ്സലിയും. അതവൾക്ക് നന്നായിട്ട് അറിയാമെന്ന് ചന്ദ്ര പറയാം. അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു വെറും സൂത്രം മാത്രമാണെന്ന കാര്യം പറഞ്ഞ് അവളെ അന്ധമായി വിശ്വസിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇനി ഇല്ല, അത് സമ്മതിക്കില്ല ഞാനെന്നൊക്കെ പറയുമ്പോൾ, അമ്മേ അവൾ കള്ളം പറഞ്ഞതല്ല, സത്യം അമ്മയെന്നും പറഞ്ഞ് നിൽക്കുമ്പം ഇങ്ങനെ ഉറപ്പിച്ച് പറയാൻ, റിപ്പോർട്ടൊന്നും നിന്നെ കാണിച്ചിട്ടില്ലല്ലോ? കാണിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അമ്മേ, ഒരു കള്ളം പറഞ്ഞതിനുള്ള ശിക്ഷ അവളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും അങ്ങനെ പറയാൻ അവൾ ധൈര്യപ്പെടില്ല അമ്മയെന്ന് ശ്രുതി. പിന്നെ ഞാനും അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചു. അതിനുള്ള സാധ്യത മുന്നേ കണ്ടതാണെന്നും അതുകൊണ്ടാണ് അവൾ പറഞ്ഞത് സത്യമാണെന്ന് ഞാൻ വിശ്വസിച്ചതെന്നും ശ്രുതി പറയാം. അപ്പം നീ അങ്ങനെ വിശ്വസിച്ചോ? നീ അങ്ങനെ വിശ്വസിച്ചോടാ, പക്ഷെ ഞാനത് വിശ്വസിക്കത്തില്ലടാ. എൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ലടാ എന്നൊക്കെ പറഞ്ഞ് അവളെ ഈ വീട്ടിൽ കയറ്റില്ലെന്ന് പറഞ്ഞാൽ കയറ്റില്ലെന്ന് തന്നെയാണെന്നും പറഞ്ഞ് ഇനി നിൻ്റെ കൂടെ അവൾ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനിതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി എൻ്റെ വാക്ക് ധിക്കരിച്ച് നീ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാ പിന്നെ നിനക്ക് അമ്മ ഇല്ലയെന്നും പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അമ്മയെന്ന് വിളിച്ചുകൊണ്ട് സുധി ഇങ്ങനെ അവിടെ നിൽക്കുക. പോയ ചന്ദ്ര തിരിച്ചു വന്നിട്ട് ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മ വേണമെന്നും പറഞ്ഞ് പിന്നെ അങ്ങ് പോയി. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആകെ ഇതിലിരിക്കുക. ഈ സമയത്ത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിരിക്കുക. അപ്പോഴേക്കും മീര ദേവനെ കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞിരിക്കുന്നു. കുറേ സമയമല്ലേ നമ്മൾ വന്നിട്ട്, ഇനിയിപ്പോൾ അവൾ ലീവായിരിക്കുമോ എന്നൊക്കെ മീര ചോദിച്ചപ്പം ഞാൻ ഇവിടുത്തെ ഒരു സ്റ്റാഫിനോട് ചോദിച്ചിരുന്നു. അവൾ ലീവൊന്നും അല്ല, ഇവിടെ ഉണ്ട് എന്നും പറഞ്ഞിങ്ങനെ ശ്രുതി പറയാം മീരയോട്. അവൾ അക്കൗണ്ടൻ്റ് അല്ലേ, വല്ല വർക്കിലൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക. അപ്പം നമുക്ക് പോയാലോ എന്ന് മീര ചോദിച്ചപ്പം, നീ ഒന്ന് ക്ഷമിക്കേണ്ട മീരേ, നീ എന്താ ഇങ്ങനെ? നമ്മൾ എന്തുദ്ദേശത്തിലാണ് ഇവിടേക്ക് വന്നത്? അത് നടത്തിയിട്ടേ നമ്മൾ പോവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ കട്ടായം പറയണു മീരയോട്. അങ്ങനെ ഇവരിയ്ക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ വലിയ അടുപ്പമൊന്നും ഇല്ല, പിന്നെ അന്നത്തെ ആ ഒരു പ്രശ്നത്തിന് ശേഷം അങ്ങനെ മിണ്ടാറ് പോലും ഇല്ല, കാര്യങ്ങളൊക്കെ നീ അങ്ങ് പറഞ്ഞാൽ മതിയെന്ന് ശ്രുതി ഇങ്ങനെ പറയുക കേട്ടോ. ശ്രുതി, നീ അതൊക്കെ മറന്നു എന്നുള്ള രീതിയിൽ സന്തോഷത്തോടെ വേണം സംസാരിക്കാൻ, അവൾക്ക് സംശയമൊന്നും തോന്നരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമോ മീര. എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ദേവു അതുവഴി വരുന്നു. ഒരു സ്റ്റാഫിനെ കണ്ട് അതിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോഴത്തേക്ക് മീര ദേവുവിനെ കണ്ടു. വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ പറയാം. ആ സമയത്ത് ദേവു ഇങ്ങനെ അതിലെ പോയപ്പോഴത്തേക്കും ദേവു ഹായ് ദേവു എന്നും പറഞ്ഞുകൊണ്ട് മീര ചെന്ന് കയറി മിണ്ടുന്നു. ദേവു ഇവിടെയാണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി, കണ്ടപ്പോഴും ഓർത്തതാ. ശ്രുതി, ദേവുവിനോട് പറഞ്ഞിരുന്നെങ്കിലേ നമുക്ക് ടോക്കൺ എടുക്കാതെ നേരത്തെ ഡോക്ടറെ കണ്ട് പോകായിരുന്നു അല്ലേ ദേവു എന്ന് മീര. എന്തു പറ്റി, എന്താ അസുഖം എന്ന് ചോദിച്ചപ്പം അത് പിന്നെ അയ്യോ അസുഖമൊന്നും അല്ലെന്നേ, ഒരു ചെറിയ വിശേഷമുണ്ട്, അതാ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതെന്ന് പറയാം. അപ്പോൾ കൺഗ്രാജുലേഷൻസ് മീരയോട്. അയ്യോ അതെ, അവൾക്കല്ല എനിക്കേ വിശേഷമെന്ന് ശ്രുതി അന്നേരം പറഞ്ഞു. അത് പിന്നെ ഞാൻ പ്രഗ്നൻ്റാ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ എന്നും പറഞ്ഞോണ്ട് ദേവു ഇങ്ങനെ നോക്കുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് മീര. അപ്പം ഞാൻ കഴിഞ്ഞോന്നാണ് ഞാൻ കരുതിയത്, എല്ലാം നമ്മളറിയണമെന്നില്ലല്ലോ എന്ന് ദേവു അന്നേരം പറഞ്ഞു. ശ്രുതിക്ക് അന്നേരം ഇങ്ങനെ വല്ലാണ്ടായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഗൈനക്കോളജിസ്റ്റ് ലക്ഷ്മി പ്രിയ മേഡത്തിനെ കാണിച്ചത് നല്ല ഡോക്ടറല്ലേ? അതെ നല്ല ഡോക്ടറാ. ശരി എന്നാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവു അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ദേവു അങ്ങ് പോയി കഴിഞ്ഞപ്പം നിന്നെ അവൾ മൈൻഡ് ചെയ്തത് പോലും ഇല്ലല്ലോ ഇന്ന് മീര. അവളുടെ ഒരു ജാട എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ശ്രുതി. ഗൈനക്കോളജിസ്റ്റിൻ്റെ പേര് പറഞ്ഞത് കുഴപ്പമായോ? അവളെങ്ങാനും ചെന്ന് അന്വേഷിക്കുമോ എന്ന് ചോദിച്ചപ്പം അതിന് അവൾക്ക് സംശയം തോന്നിയിട്ട് വേണ്ടേന്ന് ചോദിക്കാം. അവളുടെ ഭാവം തന്നെ നീ കണ്ടില്ലേ? നമ്മൾ പറഞ്ഞതൊക്കെ അവൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ആ പ്രതീക്ഷയിൽ നിൽക്കുന്നു. അതുമാത്രമല്ല അന്ന് വാണിംഗ് കൊടുത്തത് കൊണ്ടേ അവൾ ഇനി എൻ്റെ കാര്യത്തിൽ ഇടപെടാനും വരില്ല എന്ന കാര്യം ശ്രുതി പറയാം. നീ കണ്ടോ
ഇപ്പം നമ്മളിവിടെ കണ്ട കാര്യം അവൾ അവളുടെ ചേച്ചിയെ വിളിച്ച് ഇപ്പം തന്നെ പറയും. എന്തുണ്ടെങ്കിലും അവർ പരസ്പരം സംസാരിക്കാറുള്ളതാ, പ്രത്യേകിച്ചും എൻ്റെ കാര്യം എന്നും പറഞ്ഞ് ശ്രുതി പ്രതീക്ഷകളോടെ നിൽക്കുന്നു. ഈ സമയം നമ്മുടെ രേവതി അവിടെ അടിച്ചു വാരി തൂത്തു വാരിക്കൊണ്ടിരിക്കുന്നു. രേവതി മടുത്തു ശരിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നു. രേവതി ശരിക്കും മടുത്ത് നിൽക്കുകയാണെന്നുള്ള കാര്യം മനസ്സിലായി. ഇന്നെന്ത് പറ്റിയത്, എനിക്കൊരു മടുപ്പ്, അങ്ങനെ മടുക്കുന്ന ആളല്ലല്ലോ എന്നും പറഞ്ഞ സച്ചി എപ്പോഴും ഭയങ്കര ഉഷാറായിട്ട് നിൽക്കുമായിരിക്കുമല്ലോ, ഇപ്പം എന്താ പറ്റിയതെന്ന് ചോദിച്ചു സച്ചിയെ. അപ്പോൾ ഒന്നുമില്ല സച്ചേട്ടാന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ സച്ചി രേവതിക്ക് എന്തോ വിഷമമുണ്ടെന്ന് മനസ്സിലാക്കി പിറകെ നടക്കുക എന്നാന്നും ചോദിച്ചുകൊണ്ട്, പറ എന്നാ പറ്റിയേ? അതേ രേവതിയുടെ കണ്ണൊക്കെ നിറഞ്ഞു. എന്തു പറ്റിയിടാ, പറ, എന്തോ ഉണ്ടല്ലോ, എന്നാ കാര്യമൊന്ന് ചോദിക്കാം. എന്താ ഒരു മൂഡ് ഔട്ട്, എന്തോ ഒരു വിഷമം പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും രേവതിക്ക് കരച്ചിൽ വരുന്നു. രേവതിക്ക് കരച്ചിൽ വന്നപ്പോൾ എന്നോടല്ലേ, പറ എന്താന്ന് ചോദിച്ചു. അപ്പോൾ ശ്രുതിയും വർഷയും അമ്മയാകാൻ പോവുകയാണെന്ന കാര്യം രേവതി അന്നേരം പറഞ്ഞു. പക്ഷേ എൻ്റെ ആഗ്രഹം മാത്രം നടക്കുന്നില്ലല്ലോ എന്ന് രേവതി പറഞ്ഞപ്പോൾ അത് ശരി, അപ്പം അതായിരുന്നു കാരണം, നീ ഇങ്ങ് വന്നേന്ന് പറഞ്ഞു സച്ചി. എന്നിട്ട് രേവതിയെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കാം. അപ്പോൾ ദേവിക്ക് എന്നും പൂമാല കെട്ടി കൊടുക്കുന്നവളല്ലേ ഞാൻ, എന്നിട്ടും എന്നെ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ, ദൈവം കൂടി വിചാരിക്കണമെന്ന് നീ എപ്പോഴും പറയാറില്ലേ എന്ന് ചോദിച്ചു സച്ചി രേവതിയോട്. ദൈവം കൂടി വിചാരിക്കട്ടെ, അപ്പോൾ അത് നടക്കുമെന്നും പറഞ്ഞ് സച്ചി രേവതിയെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പിന്നെ ശ്രുതിയുടെ കാര്യം നമുക്ക് വിശ്വസിക്കാൻ വരട്ടെ, ഭാമാൻ്റെ അല്ലേ ഇവിടെ വന്ന് പറഞ്ഞത്, അതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമുക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സച്ചിയുടെ മുന്നിലിരിക്കുന്ന ഫോൺ റിങ് ചെയ്യുന്നത് രേവതിയുടെ ഫോൺ. എൻ്റെ ഫോൺ അടിക്കുന്നുണ്ടല്ലോ സച്ചിയേട്ടാന്ന് പറഞ്ഞുകൊണ്ട് രേവതി ആ ഫോൺ അങ്ങ് എടുത്തു. ഹലോ ദേവു ആണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എടുത്തു. ഹലോ മോളെ ദേവു, ചേച്ചി ഒരു കാര്യം ചോദിക്കാനാണ് ഞാൻ വിളിച്ചത്. അതെ ശ്രുതി ചേച്ചി പ്രഗ്നൻ്റാ അല്ലേ എന്ന് ദേവു ചോദിച്ചപ്പം അപ്പോഴത്തേക്ക് ഈ ഫോൺ വിളി ശ്രുതിയും മീരയും കൂടെ പുറകിൽ വന്ന് ഒളിച്ച് കേൾക്കുക. അതെ ഇതിപ്പോൾ നിന്നോടാരാ പറഞ്ഞത്? അപ്പോൾ ശ്രുതി ചേച്ചിയാണ് പറഞ്ഞത്. ഇവിടെ ഹോസ്പിറ്റലിൽ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്ക് രേവതി ഇങ്ങനെ അന്തം പെട്ടി സച്ചിയെ നോക്കുവാണ്. അപ്പോൾ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി. ആ ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസയോടെ നിർത്താം കേട്ടോ. ടാറ്റാ.